ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നതാണ്. വേറെ വണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ അതും കൊണ്ട് സ്വീഡനിലെത്തി. ഇപ്പോൾ ട്രെയിലർ കണക്ട് ചെയ്യണ സമയത്ത് കണ്ടോ, വാൽവ് അങ്ങോട്ട് തള്ളിപ്പോന്നു. വാക്കിംഗ് കേബിള്, അതായത് വെറുതെ ടൈറ്റ് ചെയ്തിട്ടിട്ടുള്ള കേബിളായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ തൊട്ട് തൊടുപ്പിച്ച് വെച്ചേക്കാണ്. ഇതിപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ തൊട്ട് തൊടുപ്പിച്ച് വെച്ചേക്കായിരുന്നു. നമ്മുടെ കഷ്ടകാലം അല്ലാണ്ട് എന്താ പറയുക. ഇപ്പോൾ ഇത് എടുത്തു, വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഫുള്ള് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിറക്കി എടുത്തപ്പോൾ ലോക്കർ ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ലോക്കർ ഉണ്ടല്ലോ, ഈ സാധനം ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കണക്ടർ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ടൈറ്റ് ആക്കണം. ഫോണ് ഗിംബലില്ലാത്ത കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റി വാക്യൂം എടുത്തു, കപ്ലിങ് എടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് തിരികെ കയറ്റി ഇതിൻ്റെ ഉള്ളിട്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ഗ്ലൗസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. ഇവിടെ ഇരിക്കട്ടാ സംഭവം. ഫുള്ളായിട്ട് നല്ല പോലെ ടൈറ്റ് ആയതില്ലെങ്കിൽ ബ്രേക്കിൻ്റെ എയർ മുഴുവൻ പോയിട്ട് റോട്ടിൽ നമ്മൾ നിൽക്കും. മറ്റേ പറക്കും തെളികയിൽ പറയുന്ന ഡയലോഗ് പറയേണ്ടി വരും. ഇത് നമ്മൾ പാലാരിവട്ടത്തിൽ എടുക്കുന്ന ബ്ലോക്കിനേക്കാളും വലിയ ബ്ലോക്ക് എന്ന് അറിയില്ലേ, അതിപ്പോൾ ഞാൻ സ്റ്റോക്ക്ലോം സിറ്റിയിൽ ഞാൻ നടത്തും. അപ്പോൾ ഞാനിത് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ആക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ട്രെയിലർ ഫീൽഡിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കിട്ടുന്ന സമയത്ത് പാനിക്കായിട്ടോ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. പിന്നെ നമ്മളുടേതായ സമയം നമ്മളുണ്ടാക്കി ഈ വക പണികളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കൂട്ടുകാർക്കൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? അത് കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് മാക്സിമം എക്സ്പീരിയൻസ് എടുത്ത് അത്യാവശ്യം വണ്ടിപ്പണികളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമില്ല. മനസ്സിലായോ? ഇതൊന്ന് ടൈറ്റ് ആക്കിയിട്ടേ ഞാൻ വരാം കേട്ടോ. ടൈറ്റ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫിക്സ് ആക്കിയിട്ടുണ്ട് സംഭവം. ഓവറോള് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതെന്തായാലും താൽക്കാലികമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ. അധികം ലാസ്റ്റ് ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്കിത് ഏതെങ്കിലും സ്പെയർ പാർട്സ് കടയിൽ നിന്ന് മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കട്ടാവും. ഇവിടെ കട്ടായി കഴിഞ്ഞാൽ എയർ മുഴുവൻ പോയിട്ട് ബ്രേക്ക് ജാമായിട്ട് വഴിയിൽ നിൽക്കേണ്ട സീൻ വരും. ഇത് മേടിച്ച് കഴിഞ്ഞാൽ അത് ആർക്കാണെങ്കിലും ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഇവിടെ ഒരു നെട്ടും ബോൾട്ടുണ്ട്. ഇത് അടക്കമാണ് സെറ്റ് വരാം. ഈ പറയുന്ന കേബിൾ സെറ്റ് വരുന്നത് ഈ നെട്ടും ബോൾട്ടിൻ്റെ ഉള്ളിലാണ് വരാം. അറിയാം, നാട്ടിലുള്ള ട്രെയിലറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ബിഗിനർമാർക്ക് കണ്ടോ ഞാൻ പറഞ്ഞു കൊടുക്കണത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതേപോലെ പറയണത്. ഈ സാധനം നെട്ടും ബോൾട്ട് അടിച്ച് കറക്റ്റായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാവുന്ന പ്രശ്നമുള്ളൂ. ഈ വക കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാക്സിമം റോഡ് എക്സ്പീരിയൻസ് ഈ വക ലൊട്ടിലൊടുക്ക് പരിപാടികൾ അറിഞ്ഞിരിക്കണം ഒരു ഡ്രൈവർ. ഇത് യൂറോപ്പാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പുകൾ എവിടെയാണെന്നോ നമ്മളുടെ നാട്ടിലെ പോലും അല്ലെങ്കിൽ GCCയിലത്തെ പോലത്തെ ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെറുവക പരിപാടികളൊക്കെ നമുക്ക് അറിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്റ്റക്കായി പോവും. അത് കാരണം കൊണ്ടാണ് കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് എടുത്ത്, വീണ്ടും ഞാൻ പറയുകയാണ്, കൈകൂപ്പി എക്സ്പീരിയൻസ് എടുത്ത് കറക്റ്റായിട്ടുള്ള ഡ്രൈവർമാരായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ സ്പേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് ഞാനിത് കണക്ട് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഈ സംഭവം കണ്ടില്ലേ? ഇവിടുത്തെ വാഷും കൂടിയിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക. എയറില്ലാത്ത കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എയർ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, നല്ല പ്രഷർ വരും.
ഇനി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. കടാ വരുന്നില്ല എന്ന് ഉറപ്പാണ്. ഇനി എന്തായാലും നമുക്ക് പണി തരില്ല. അത്യാവശ്യം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒപ്പം കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വിൻ്റർ ടൈമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാനിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരന്മാർക്ക് അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ, ചേട്ടന്മാർ, എൻ്റെ വീട്ടുകാർ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണേ. കറക്റ്റായിട്ടുള്ള ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഉറപ്പായിട്ടുള്ള കാര്യം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.